ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പച്ചക്കറികൾ കൊണ്ടൊരു കറിയാണ്. എട്ടുകറി എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു വില്ലേജ് റെസിപ്പിയാണ്. എല്ലാത്തരം പച്ചക്കറികളും ധാരാളം ചേർത്തുകൊണ്ടുള്ളൊരു കറിയാണിത്. ഞാനിപ്പോൾ ഇതിനായിട്ടൊരു 11 തരം പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങക്കായ്, വാഴയ്ക്ക, വെണ്ടയ്ക്ക, വെള്ളരിക്ക, ചിനിയമരയ്ക്ക, മത്തങ്ങ, പടവലങ്ങ, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, ചേന എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഇതുപോലെ ഒന്ന് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. പച്ചക്കറികളൊക്കെ നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ അരമുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി, കുറച്ച് പുളി, 1 വറ്റൽമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് നമുക്ക് പച്ചക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ കൂട്ടിയിട്ട് വേണം ഈ കറി തയ്യാറാക്കാൻ. നല്ലതുപോലെ തിളപ്പിച്ച് നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളം കുറച്ചൊക്കെ വറ്റിച്ചെടുക്കണം. ഇടയ്ക്ക് കറി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതൊന്ന് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ കറി ടേസ്റ്റിന് മാത്രമല്ല വളരെ ഹെൽത്തിയുമായിട്ടുള്ളതാണ്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പി കൂടിയാണിത്. ഇപ്പോൾ കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കടുക് താളിച്ചിടാം. ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ചെറുതായി അരിഞ്ഞതും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉലുവ കുറച്ച് മതി, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കണം. കറിവേപ്പിലയ്ക്ക് പകരം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി മുരിങ്ങയിലയാണ്. മുരിങ്ങയില ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവയെല്ലാം കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെട്ടുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം മാത്രമല്ല ദോശയോടും ഇഡ്ഡലിയോടൊക്കെ കഴിക്കാവുന്നതാണ്. പച്ചക്കറികളൊക്കെ നല്ല വെന്തുടയുന്നത് വരെ വേവിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.